നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് രമേശ് ചെന്നിത്തല. റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തിയത് ആരെ സംരക്ഷിക്കാനെന്ന് സർക്കാർ മറുപടി പറയണം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ചെന്നിത്തല. കോട്ടയം ജില്ലാതല തദ്ദേശ അദാലത്തിന് തുടക്കം. വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി മന്ത്രി MP രാജേഷ്. മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് രാഷ്ട്രീയ ജനതാദൾ. കോട്ടയത്ത് സപ്ലൈകോ റീജിയണൽ ഓഫീസ് പടിക്കലും താലൂക്ക് സപ്ലൈ ഓഫീസ് പടിക്കലും ധർണ. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരെ സംരക്ഷിക്കുന്നതിനാണ് പൂഴ്ത്തിവെച്ചതെന്ന് സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 4 വർഷം സർക്കാർ പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നിരപരാധികൾ ഒഴിവാകണമെങ്കിൽ സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ സർക്കാരും സാംസ്കാരിക മന്ത്രിയും ശ്രമിക്കുന്നില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ അമ്മയുടെ നിലപാട് വളരെ സ്വാഗതാർഹമായ ഒന്നാണ്. അവർ ഈ കാര്യത്തിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള നിലപാട് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ അവർ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അടിയന്തരമായി ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കാനായി ഗവൺമെൻറ് മുന്നോട്ട് വരണം. അതാണ് ഈ കേസിനകത്ത്, ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെയും നിരപരാധികളെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ രഞ്ജിത്ത് സ്ഥാനത്തു നിന്നും മാറി നിൽക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ സംവിധായകൻ രഞ്ജിത്തിന് അവകാശമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്തിന് ധാർമ്മിക അവകാശമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇര തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. രഞ്ജിത്തിനെ പരസ്യമായി പിന്തുണച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്യുന്നതെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സജി ചെറിയാനും രഞ്ജിത്തും സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാണ് BJP നിലപാടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശം രഞ്ജിത്തിനില്ല. പരാതി ഒരു ഇര തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരസ്യമായിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു നടിയെ അപമാനിച്ചു എന്നുള്ള ആരോപണം അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന് സാക്ഷി പറയാൻ വിവരമറിയുന്ന മറ്റൊരാളും കൂടി തയ്യാറായിരിക്കുകയാണ്. പക്ഷെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ചലച്ചിത്ര അക്കാദമി പോലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന, പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം. രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്ത് മാത്രമല്ല, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. ഈ വിഷയത്തിൽ ഇരയുടെയും സാക്ഷിയുടെയും മൊഴിയെടുക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സ്ത്രീകളോടുള്ള CPM നിലപാട് ഇതാണോ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ നാടകമാണെന്നും സുരേന്ദ്രൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ തദ്ദേശ അദാലത്തിന് തുടക്കമായി. വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു.
വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കോട്ടയം അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ കോട്ടയം ജില്ലാ തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതിനോടകം നടന്ന 6 അദാലത്തുകളിലൂടെ ആയിരക്കണക്കിന് പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ വസ്തുനികുതി, വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കില്ല. ലൈഫ് മിഷനിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് UA നമ്പർ ഉണ്ടെങ്കിൽ അവസാന ഗഡു തുക അനുവദിക്കാം തുടങ്ങിയ തീരുമാനങ്ങൾ അദാലത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അദാലത്തുകൾ പൂർണ്ണമാകുമ്പോൾ ഈ ഭേദഗതികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഈ അദാലത്തുകളിലായി ആയിരക്കണക്കിന് പരാതികൾക്കാണ് തീർപ്പുണ്ടായിട്ടുള്ളത്. വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം പല വ്യക്തിഗത പരാതികളുടെയും തീർപ്പ് പൊതുവായ പ്രശ്നങ്ങളുടെ തീർപ്പിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് തന്നെ ബാധകമായ പൊതുവായ ഒട്ടേറെ തീരുമാനങ്ങൾക്ക് ഈ അദാലത്ത് ഇതുവരെ തന്നെ കാരണമായിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അദാലത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന പരാതികൾ, ആ പരാതികൾ കഴിയാവുന്നത്ര നിയമപരമായി തീർപ്പാക്കാവുന്നതെല്ലാം പരിഹരിക്കുക എന്നതാണ്. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിഹരിക്കാൻ പറ്റിയ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സർക്കാർ ഇടപെടൽ ആവശ്യമുള്ളവർക്ക് അടിയന്തര ഇടപെടലിലൂടെ പരിഹാരം കാണാനുമാണ് സർക്കാർ അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഒരു ലോക്കൽ ഗവൺമെന്റ്. ഗ്രാമപഞ്ചായത്ത് എടുത്താൽ ഗ്രാമപഞ്ചായത്ത് ഒരു ലോക്കൽ ഗവൺമെന്റാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുകയോ ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഉൾപ്പെടുത്തും. ചെറിയ കാര്യങ്ങളുണ്ടാവാം. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥ പ്രമുഖരും കൂടി ചേർന്നിരുന്ന് അടിയന്തരമായി പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ അദാലത്തിന്റെ പ്രഥമവും പ്രധാനമായ ദൗത്യം. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MLA-മാരായ മാണി സി കാപ്പൻ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബവ ശിവറാവു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. അദാലത്തിൽ ഓൺലൈനായി 454 അപേക്ഷകൾ ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ധർണ നടത്തി. കോട്ടയം സപ്ലൈകോ റീജിയണൽ ഓഫീസ് പടിക്കലും ജില്ലയിലെ താലൂക്ക് സപ്ലൈ ഓഫീസ് പടിക്കലുമാണ് സമരം നടന്നത്. മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, ഓണത്തിന് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുക, റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം പഞ്ചസാര ലഭ്യമാക്കുക, മണ്ണെണ്ണയുടെ വിതരണം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു RJDയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് സപ്ലൈ ഓഫീസ് പടിക്കൽ ധർണ നടത്തിയത്. RJD ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. 2013 ഭക്ഷ്യഭദ്രത നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തി അർഹതപ്പെട്ട കൂടുതൽ ആളുകളെ കണ്ടെത്തി അവരെ മുൻഗണന വിഭാഗത്തിലേക്ക് മാറ്റി അവർക്ക് കൂടി അരി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാകണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മറ്റേതൊരു ഭരണകൂടത്തെക്കാളും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന് കരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിപ്പിക്കുക, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ധാർമ്മികമായ കടമയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലയിലെ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം സപ്ലൈകോയുടെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അധികാരികളുടെ മുമ്പിൽ ഈ പ്രശ്നം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. KR മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബെന്നി കുര്യൻ, ജോർജ് മാത്യു, പീറ്റർ പന്തലാനി, MK അനിൽകുമാർ, ഷിബു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ചിങ്ങവനം റെയിൽവേ ട്രാക്കിൽ ചാർനാനിക്കാട് കലുങ്കിൽ അജ്ഞാതനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
ചിങ്ങവനം കോട്ടയം റൂട്ടിൽ റെയിൽവേ ട്രാക്കിലെ കലുങ്കിൽ അജ്ഞാതനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചാന്നാനിക്കാട് റെയിൽവേ മേൽപ്പാലത്തിനും പൂവൻതുരുത്ത് മേൽപ്പാലത്തിനും ഇടയിലെ കലുങ്കിനടിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതുവഴി നടന്നുപോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ചിങ്ങവനം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി കെട്ടഴിച്ച് മൃതദേഹം താഴെയിറക്കി. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥലത്തുനിന്നും ഒരു ജോഡി ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കായംകുളം കോട്ടയം റൂട്ടിലെ ട്രെയിൻ ടിക്കറ്റും സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓൾ കേരള കാർപ്പന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗം ഞായറാഴ്ച കോട്ടയത്ത് നടക്കും. രാവിലെ 11 മണിക്ക് PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് കൊല്ലം അധ്യക്ഷനാകും. കോട്ടയം ജനറൽ ആശുപത്രി PP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികൾക്കായിട്ടായിരുന്നു ക്യാമ്പ്. കോട്ടയം ജനറൽ ആശുപത്രി PP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മുഴുവൻ അന്തേവാസികൾക്കും മരുന്നുകളും നെസ്ലയുടെ ഫൈബർ സ്നാക്സും വിതരണം ചെയ്തു. PP യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VS ശശിലേഖ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം PK ആനന്ദക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സ്നേഹക്കൂട് ജനറൽ മാനേജർ ES യശോധരൻ, LHI ബബിത, ജൂനിയർ HIA സുരേഷ്, JPHന്മാരായ ഹേമ, ശിവാനി, അനുശ്രീ, ആശാപ്രവർത്തകരായ ലീലാമ്മ, സബിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണിന് കുളിർമ പകർന്ന ഭരണങ്ങാനം പഞ്ചായത്തിലെ ഇളംതോട്ടത്തിൽ അരയേക്കർ സ്ഥലത്തെ ചെണ്ടുമല്ലി കൃഷി. മാണി സി കാപ്പൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ ചെന്നെത്തിയ പ്രതീതിയാണ് ഭരണങ്ങാനം പഞ്ചായത്തിലെ ഇളംതോട്ടിൽ പുരയിടത്തിൽ. അരയേക്കറിലെ ചെണ്ടുമല്ലിപ്പൂ കൃഷി കാണാൻ പരിസര പ്രദേശത്തു നിന്നെല്ലാം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണങ്ങാനം കൃഷിഭവനും പഞ്ചായത്തും മുൻകൈയെടുത്താണ് ഇളംതോട്ടിലെ നിതിൻ C വടക്കന്റെ അരയേക്കർ പറമ്പിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്തത്. മാണി സി കാപ്പൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പൂക്കൃഷി സ്ഥിരമാക്കിയാൽ വരുമാനവും സ്ഥിരമാക്കാൻ കഴിയുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ഇത് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇതിന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന നിലയ്ക്ക് ഈ പൂ ഉൽപ്പാദിപ്പിക്കുകയും കൃഷി നടത്തുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങണം എന്നാണ് എനിക്ക് അവസരപ്പെടുത്തിക്കുന്നത്. ചെണ്ടുമല്ലി തോട്ടത്തിൽ ഫോട്ടോഷൂട്ടിനായി കല്യാണ പാർട്ടികളും യുവമിഥുനങ്ങളും എത്താറുണ്ടെന്ന് കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ നിതിൻ C വടക്കൻ പറഞ്ഞു. മാണി സി കാപ്പനൊപ്പം ഭരണങ്ങാനത്തെ പഞ്ചായത്ത് അംഗങ്ങളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. മീനച്ചിലാറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ പാല വലിയ പാലത്തിൽ അടിഞ്ഞ മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യമാണ് നീക്കം ചെയ്തത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പാല വലിയ പാലത്തിൽ അടിഞ്ഞ മാലിന്യം സേവ് മീനച്ചിലാർ പ്രവർത്തകർ ശുചീകരിച്ചു. എല്ലാ കൊല്ലവും സേവ് മീനച്ചിലാർ പ്രവർത്തകർ വലിയ പാലത്തിലെ മാലിന്യങ്ങൾ നീക്കാറുണ്ട്. JHP ജോർജും സിബി റീജൻസിയും മനോജ് പാലാക്കാരനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത ജസ്റ്റിൻ, ബിനു പെരുമന തുടങ്ങിയവർ വടമുപയോഗിച്ച് നിന്നാണ് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. സേവ് മീനച്ചിലാർ പ്രവർത്തകർ മീനച്ചിലാറിനെ നിരീക്ഷിക്കുന്നത് മീനച്ചിലാറിൽ തീരപട്ടണങ്ങളായ ഈരാറ്റുപേട്ട, പാല ഇവിടങ്ങളിലെ വ്യാപാരികൾക്ക് വലിയ അളവിൽ ആശ്വാസമാകുന്നുണ്ട്. മാലിന്യം നീക്കം ചെയ്യാൻ സാധിച്ചാൽ മീനച്ചിൽ താലൂക്കിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വാട്ടർ ലെവൽ മാർക്കിങ് കൃത്യമായിട്ട് നമുക്ക് റീഡിംഗ് എടുക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ഇതിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൃത്യമായ ഒരു അലേർട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ അധികാരികൾ ചെയ്യേണ്ട കാര്യമാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും കരുതലുള്ള അധികാരികളാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കും. പക്ഷേ അവർക്കൊക്കെ അതിനത്ര ഒരു ശുഷ്കാന്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയും കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്തുകയും ചെയ്തേനെ. ഏതായാലും സേവ് മീനച്ചിലാർ എന്ന ഒരു ഫോറം ഇവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വോളണ്ടറിയേഴ്സ് ആയ ഞങ്ങൾ വോളണ്ടറി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കോൾ കേരളയിൽ ആയുഷ് മിഷന്റെ അംഗീകാരത്തോടെ ആരംഭിച്ച ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതികൾ നീട്ടി. സെപ്റ്റംബർ 10 വരെ ഫൈനില്ലാതെയും 23 വരെ 100 രൂപ ഫൈനോടുകൂടിയും www.skolkerala.org എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ കോഴ്സിലെ വിജയം. പ്രായപരിധി 17 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. ഫോൺ
0481230443. എരുമേലി പഞ്ചായത്തിലെ 12, 14 വാർഡുകളിൽ ഒഴിവ് വന്ന ആശാവർക്കർമാരെ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 2-ന് 11:30 പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കും. അപേക്ഷകർ വാർഡുകളിലെ സ്ഥിരം താമസക്കാരായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായവരും 45 വയസ്സ് പ്രായമുള്ളവരും വിവാഹിതരുമായ വനിതകൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത ഡിഗ്രി. ഫോൺ 9961029075. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹേമ കമ്മിറ്റി സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് രമേശ് ചെന്നിത്തല. റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തിയത് ആരെ സംരക്ഷിക്കാനെന്ന് സർക്കാർ മറുപടി പറയണം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ചെന്നിത്തല. കോട്ടയം ജില്ലാതല തദ്ദേശ അദാലത്തിന് തുടക്കം. വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി മന്ത്രി MB രാജേഷ്. മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് രാഷ്ട്രീയ ജനതാദൾ. കോട്ടയത്ത് സപ്ലൈകോ റീജിയണൽ ഓഫീസ് പടിക്കലും താലൂക്ക് സപ്ലൈ ഓഫീസ് പടിക്കലും ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.